നമ്മളെ മമത എന്ന് പറയുന്ന സിനിമാ നടിയെ എല്ലാവർക്കും അറിയാം. മമതയെ എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ്. മലയാളം നടൻ ഡേറ്റിങ്ങിന് ക്ഷണിച്ചു, വിവാഹ നിശ്ചയം കഴിഞ്ഞ് അയാൾ അത് മറച്ചു വെച്ചു എന്ന് മമത മോഹൻദാസ് മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് കേട്ടോ. അതായത് ഏതോ ഒരു വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു നടനാണ് പോലും ഇവര് ഡേറ്റിങ്ങിന് ക്ഷണിച്ചത്. അപ്പൊ ഈ ഡേറ്റിംഗ് എന്താണെന്ന് നമുക്ക് ചില ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ പറയാം, ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂമിൽ പോയിട്ട് ആ പരിപാടി നടത്തുകയാണെന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല. അതായത് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയാനും അറിയപ്പെടാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനത് കൃത്യമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് മമതയോട് പറയാനുള്ളത്, എൻ്റെ പൊന്നു മമത, ഉള്ള വില കളയരുത്. അതായത് മമത മോഹൻദാസ് എന്ന് പറയുന്ന നടിയോട് നമ്മൾക്കെല്ലാം ഒരു വിലയുണ്ട്, ഒരു ബഹുമാനമുണ്ട്. അവരനുഭവിച്ചു വന്ന ഓരോ സാഹചര്യങ്ങളിലൂടെ വന്നതാണ്. ഒരുപാട് അതിജീവനം. അതായത് അവർ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ വന്ന ഒരു നടിയാണ്. പക്ഷെ ഇതുപോലെയുള്ള പോഴത്തരങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെയാണ് ആ നടനെ പരിചയപ്പെട്ടത്. ആ നടനെ കൂടെ നിങ്ങൾക്ക് പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ ഇമാതിരി പണിക്ക് നിൽക്കരുത്. ഒരു നടന്റെ പോലും പേര് പറയില്ല. എന്നിട്ട് അതിൻ്റെ അടിയിൽ വരുന്നത് എന്താ? മോഹൻലാലാണോ, മമ്മൂട്ടിയാണോ, ദിലീപാണോ, അല്ലെ പൃഥ്വിരാജാണോ? ഇങ്ങനെ വന്നിട്ട് ഓരോ പേര് വരുക. നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? മമ്മൂട്ടിയും മോഹൻലാലും ഇതിന് പോകുന്നത് നമ്മൾ കരുതണോ? വെറുതെ എങ്കിലും ഇവരെയൊക്കെ പറയുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ പേര് പറയാം മരണം മടിയായിരിക്കും, അല്ലെ പേടിയായിരിക്കും. അങ്ങനെ പേടി ഉണ്ടാകരുത്. നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഇതിനിടയ്ക്ക് ബി ഉണ്ണികൃഷ്ണൻ കണ്ടില്ലേ, പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, ആ പേര് ബിജു മേനോനാന്ന് എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അദ്ദേഹം ഒരു മടിയും കൂടാതില്ലേ പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മമത മോഹൻദാസിന് പേര് പറയാൻ ഇത്ര പേടി? പേര് പറഞ്ഞുകൂടെ കൃത്യമായിട്ട്? ഇതാ ഇന്നാളാണ് എന്നെ ഡേറ്റിങ്ങിന് വിളിച്ചത്, അയാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുപോലും അയാൾ മറച്ചു വെച്ചു. ഇത് പല സിനിമാ താരങ്ങളും പറയുന്ന കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ അവൻ എന്നെ വിളിച്ചു, ഇവൻ ഡേറ്റിങ്ങിന് വിളിച്ചു. എന്ത് ഒലക്ക്, എന്ത് മൺഗുണാഞ്ചന്തിനാണ് നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാന്യമര്യാദയായിട്ട് ആലോചിക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനോട് പറയാം, ദേടെ വീട്ടിൽ വന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് എന്ത് ഡേറ്റിങ്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഈ കുറേ എന്താ പറയേണ്ടത്, ഇതുപോലെയുള്ള കുറേ ടീമുകളുണ്ട്. ഈ സിനിമാ താരങ്ങൾ, വലിയ വലിയ ടീമുകൾ, ഇവർക്കൊക്കെയുള്ള ഒരു മൂഞ്ചിയ സമ്പ്രദായം എന്നേ ഞാൻ പറയുള്ളൂ. ഈ ഡേറ്റിങ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് പല ആൾക്കും അറിയില്ല എന്താ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. എല്ലാവരും ചോദിക്കുന്നതല്ല, അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ കാണുന്നില്ല, ഇതെന്താ ഡേറ്റിംഗ്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കും, എൻ്റെ പൊന്നു മക്കളെ, ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞങ്ങൾ ഇതിനൊന്നും വേണ്ടി പോയതല്ല, ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അത്രയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരേ ഉള്ളൂ. അല്ല ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സംഭവമാണ് നേടി നിർവചിക്കുന്ന ആരുമില്ല. ഡേറ്റിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന സെക്സിന് വിളിച്ചു, ആ നടൻ അങ്ങനെ വിളിച്ചു, അതാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ അതല്ല സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാനാണ് പറയുന്നത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെയുള്ള ഊളപരിപാടികൾക്ക് പോകുന്നത്? മമത എന്ന് പറയുന്ന ആ ഒരു നടിയെ പറ്റിയിട്ട്, അതായത് നമുക്കെല്ലാം എത്രമാത്രം അവരനുഭവിച്ചിട്ടുണ്ട്. സിനിമയിൽ വന്നിട്ട് അവർ ക്യാൻസർ പേഷ്യൻ്റായിട്ട് അവർ അഭിനയിക്കുന്ന ആ സമയത്ത് പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ദിലീപിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, എന്താ അതിൻ്റെ പേര്? അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ഷീണം വരുമ്പോൾ പോയിട്ട് അവർ തളർന്നു വീഴും. അപ്പോൾ അവിടെയുള്ള എല്ലാവരും അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഒരു സംവിധായകനായാലും അല്ല നിർമ്മാതാവിനായാലും മമതയെ വേണ്ട എന്ന് പറയായിരുന്നു. പക്ഷേ മമതയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മമത നല്ല രീതിയിൽ പെരുമാറുന്നതാണ്, നല്ല സംസാരിക്കുന്നതാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുന്നതാണ്, ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എന്നിട്ടും എന്തിനാണ് മമത ഇങ്ങനെയുള്ള ഊളത്തരം വന്ന് വിളിച്ചു പറയുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ മോശമായ ഊളത്തരം തന്നെയാണ്. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. സാധാരണ ഒരു സിനിമാ താരങ്ങളെ പോലെയല്ല മമതയെ എല്ലാവരും കാണുന്നത്. വളരെയധികം നമ്മുടെ വീട്ടിലെ കുട്ടിയായിട്ടാണ്. അത് മനസ്സിലാക്കാണ്ട് മമതയൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡേറ്റിങ്ങിന് വിളിച്ചു, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ പൊക്കോളാൻ പറഞ്ഞു, അവസാനം ഞാൻ അറിയുന്നത് അയാളുടെ കല്യാണം നിശ്ചയിച്ചു എന്നാണ്. എന്ത് തേങ്ങാക്കൊലക്കാ പിന്നെ പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് നടനാന്ന് വിളിച്ചത്. ഞാൻ ഈ ഉള്ള കമന്റുകളും അതുപോലെ തന്നെ എന്നാണ് ഈ അടുത്ത കാലത്ത് കല്യാണം നിശ്ചയിച്ച സകലതും നോക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാന്ന് ഈ നടൻ, ഏതാണ് എന്താണെന്നൊക്കെ. അതിൽ പൃഥ്വിരാജിന്റെ പേര് കുറേ എണ്ണം പറയുന്നുണ്ട്. ഇങ്ങനെ വെറുതെ പറയില്ലെന്ന് ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിനിമാ താരങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ ഊളത്തരങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരണം. അവിടെയും ഇവിടെയും തലയും പാലുമില്ലാത്ത സംഭവങ്ങൾ ഇങ്ങനെ പറയരുത്. എന്തേ ഇപ്പോഴും നാറ്റിച്ചുകൊണ്ട് എന്താ കിട്ടുന്നത്? ഇപ്പൊ ആ ഒരു എന്താ പറയേണ്ടത്, അയാളെ ഒന്ന് നാറ്റിച്ചു, എന്നാ പിന്നെ അയാൾ എന്നെ വിളിച്ചു, എന്താ കിട്ടാനാണ്? അന്ന് വേണമെങ്കിൽ എനിക്ക് പോകാൻ. ചിലപ്പോൾ അയാളെ കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്, പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന പലരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നവരല്ലേ, ഒരുപാടെണ്ണം ഇങ്ങനെ പോകുന്നുണ്ട്. ഡേറ്റിംഗ് എന്ന് ഇതിൻ്റെ ഒരു ഓമന പേര്. ഇത് പല പണക്കാർ ഇങ്ങനെ ഡേറ്റിംഗ് എന്ന് പറയുന്നതാണ്.
ഇതിന്റെ സംഭവം എന്താന്ന് ഈ പോകുന്നവന് വരെ അറിയില്ല, ചിലപ്പോൾ ഈ മമതക്ക് വരെ അറിയില്ല ഇന്ന് എന്താ സംഭവം എന്ന്. എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കല്ലേ, എന്നാ പിന്നെ ഞാനും അങ്ങ് ഉപയോഗിച്ചേക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഈ മമതക്ക് പോലും അറിയില്ല ഇതെന്താന്ന് ഡേറ്റിംഗ് എന്താണ് സംഭവം എന്നൊന്നും ചിലപ്പോൾ അവർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സമ്പ്രദായങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അതായത് ഈ മമതയോടൊക്കെയുള്ള ഇഷ്ടങ്ങൾ പോകുന്നത്. ഒരുപാട് ബഹുമാനങ്ങൾ കൊടുക്കുന്നില്ലേ നമ്മള്. അപ്പൊ അതിന്റെ ഒരു മാന്യത ഈ മമതക്കൊക്കെ കാണിച്ചൂടെ? എന്തിനിങ്ങനെ ഈ ജനങ്ങളെ എന്തിനിങ്ങനെ വെറുപ്പ് സമ്പാദിക്കുന്നത്? എന്തുമാത്രം കമന്റുകളാണ് അതിൻ്റെ അകത്ത് വന്നത്. വളരെ മോശമായ കമന്റുകൾ തന്നെയാണ് വരുന്നത്. അതൊക്കെ മമതക്കെതിരെ തന്നെയാണ്. അതായത് ഈ കമന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ മമതക്കെതിരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? മമത ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ്. അതായത് വന്നപ്പോൾ മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം മമത എന്ന് പറയുന്ന നടിയെ. പിന്നെന്ന് പറഞ്ഞാൽ ചില തലയും പാലും ഇല്ലാത്ത ആൾക്കാർ മമതയെ പറ്റിയിട്ടും പലതും പറയാറുണ്ട്. അവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ഇതിനെ പറ്റിയിട്ട്. അതായത് പലർക്കും എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടണം. മമതക്ക് വരെ അങ്ങനെയുണ്ട്, പേടിയുണ്ട്. അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സിനിമാ മോഹം ഉപേക്ഷിക്കേണ്ടി വരുമോ? പോന്ന പുല്ല് അങ്ങ് പോട്ട് നോക്കണം, അത്ര തന്നെ. എന്തിനിങ്ങനെ ഭയന്നുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം എന്താ? പണ്ടൊരു നാൾ ഇതേപോലെ തന്നെ ഒരു നടി വന്നിട്ട് പിന്നെ എന്നാ എൻ്റെ നല്ല കാലത്ത് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അത് മഞ്ജു വാര്യറാന്ന് എല്ലാവരും അങ്ങ് വിധി എഴുതി. കാരണം എന്താണെന്ന് വെച്ചാൽ മമത എന്ത് ചെയ്യും? ഈ പേര് പറയില്ല, അതന്നെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമത കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ പക്വത കാണിക്കണം. ഇമാതിരി ഊളത്തരങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് അതിന്റെ കാര്യോ? ഇപ്പൊ ഒരാളിങ്ങനെ ഡേറ്റിങ്ങിന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് നേട്ടാണ്? ആ ഒരു പിന്നെ വീഡിയോ കുറച്ച് റീച്ച് കിട്ടും. അതായത് ഇന്റർവ്യൂ ചെയ്യുന്നവന് കുറച്ച് കാര്യങ്ങൾ കിട്ടും, അത്ര തന്നെ. വേറെ ഒന്നും കിട്ടൂല. ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ എന്താന്നേ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് ഒരു തംബ്നെയിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡേറ്റിങ്ങിന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു ഗുണം കിട്ടും. പക്ഷെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമത എന്ന് പറയുന്ന ഒരു നടിയുടെ എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, അതാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാനാണ്. അതായത് മമതയൊന്നും അങ്ങനെ കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്നില്ല. മമതയൊക്കെ നല്ല കുട്ടിയാണ്. മമതയൊന്നും അങ്ങനെ പറയിക്കുന്നതല്ല, അല്ലെങ്കിൽ മമത വേറെ ആൾ കൂടെ അങ്ങനെ പോകുന്നതല്ല. അങ്ങനെ ഒരു ടീമൊന്നും അല്ല. മമത നല്ല കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഊളത്തരം വിളമ്പുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ നടനാണെങ്കിൽ ഇനിയിപ്പോൾ ആ നടൻ കല്യാണവും കഴിച്ച് പോയിട്ടും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമാ താരങ്ങളെ നിങ്ങൾ അധികം അങ്ങ് നമ്പണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമത ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ കളിക്കൂട്ടുകാരനെയാണ് വിവാഹം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തോ അസുഖം വന്നപ്പോൾ അയാൾ വിട്ടുപോയിന്നോ, അയാൾ വിട്ടുപോയപ്പോൾ അയാളൊക്കെ ഒഴിവാക്കുക ചെയ്തത്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മമത കുറച്ചൊക്കെ പക്വതയും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ മോശമായ കാര്യം തന്നെയാണ്. എന്തിനു വെറുതെയെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോയി മറ്റവൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പല സിനിമാ താരങ്ങളും ഇതെന്തോ ഒരു വലിയ സംഭവം പോലെയാന്ന് പറയാ. സിനിമാ താരങ്ങളെ നാറ്റിക്കുന്ന ഒരുപക്ഷെ ഇവര് തന്നെയാണ്, ഈ സിനിമാ താരങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. സിനിമാ താരങ്ങളുടെ വില കളയുന്നത് ഇവരെപ്പോലുള്ള ചില ആൾക്കാരാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഇനി പോയിട്ടില്ലെങ്കിൽ ഡേറ്റിങ്ങിന് പോയി അവനുമായിട്ട് പോയി ഇവനുമായിട്ട് പോയി. പണ്ട് ഹിന്ദി സിനിമയിലൊക്കെയാണ് ഇങ്ങനെ, എന്ന് വെച്ചാൽ സൽമാൻ ഖാൻ്റെ കൂടെ പോയി മറ്റവൻ്റെ കൂടെ പോയി എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും മലയാളത്തിൽ ഇതൊരു ട്രെൻഡായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിയാണോ എന്ന് എനിക്കറിയില്ല. വളരെ മോശമായ ഊളത്തരം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മമതയോട് പറയാനുള്ളത്, മമതയെ പോലെയുള്ള ഒരാളിൽ നിന്നും ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. നന്ദി, നമസ്കാരം.